The eyes of the Lord are always upon it, from the beginning of the year even unto the end of the year. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനേകർ 2025 പ്രവേശിപ്പാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവകൃപയാൽ നമുക്കിതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടവരുത്തിയല്ലോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വേർഡ് ടു ഓളിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലുണ്ട് എന്ന് പഴയ നിയമത്തിൽ വചനം പറയുന്നത് പോലെ കർത്താവ് നമ്മളെ നോക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം അറിയുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്, പ്ലാനുകളുണ്ട്. ഈ 2025 കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. വർഷങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു ചെറിയ കാലഘട്ടത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. നമ്മൾ കേവലം ഒരു യാത്രികനാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നു. എന്നാൽ ഈ ഭൂമി സ്ഥിരമല്ല. മറ്റൊരാകാശവും മറ്റൊരു ഭൂമിയും ദൈവം നമുക്കായി ഒരുക്കുന്നു. അവിടേക്ക് പോകുവാനുള്ള ഏക വഴി യേശു കർത്താവാണ്. അവൻ വഴിയായി സത്യമായി ജീവനായി വെളിപ്പെട്ടു വന്നു. ആ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ ആ വെളിപ്പാടാണ് ആ വ്യക്തിയെ രക്ഷയിലേക്കും വിടുതലിലേക്കും അതുപോലെ നിത്യതയുടെ പ്രകാശത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ആകയാൽ ഈ 2025 ഈ യാത്രയെ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നമ്മുടെ യാത്ര യഥാർത്ഥ വഴികളിൽ തന്നെയാണോ? നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ? ലക്ഷ്യം തെറ്റിയോ എന്നൊക്കെ ശോധന ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ലക്ഷ്യം മാറിപ്പോകരുത്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നിത്യതയാണ് ഇമ്പോർട്ടൻ്റ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ. യേശു വന്നതിൻ്റെ ഉദ്ദേശം നാം എല്ലാം നിത്യജീവൻ പ്രാപിപ്പാനും. കർത്താവ് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ, ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഇതാണ് പിതാവ്, തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമെന്ന് താൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ആ അധ്യായത്തിൽ. സോ നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മളൊരു യാത്രയിലാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ നോക്കി ഓടണം. ഈ യാത്രയിൽ ഈ വചനവും നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. 2025 കുറിച്ചുള്ള ദൈവിക സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവ സാന്നിധ്യം ഈ വചനത്തിൽ കൂടി നിങ്ങൾ അനുഭവിച്ചറിയട്ടെ. ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. വചനത്തിന്റെ ശക്തി നിങ്ങളിൽ വിടുതലായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 2024 2025 ദൈവം എനിക്ക് ഒരേ വാക്യമാണ് സന്ദേശമായിട്ട്, പ്രത്യേകിച്ച് വാച്ച് നൈറ്റ് പ്രയറിൻ്റെ അന്ന് ദൈവം എനിക്ക് തന്നത്. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പ്രാവശ്യം വാച്ച് നൈറ്റ് പ്രയർ ദുർക്കൊണ്ടൽ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ ഏകദേശം 12 ചർച്ചകൾ ഒന്നിച്ചു കൂടിയുള്ള 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ അവസാനം വാച്ച് നൈറ്റ് പ്രയറും പിന്നെ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലൊക്കെ 1-ാം തീയതി പകലും മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ കൊടുത്ത സന്ദേശം യെശയ്യാപ്രവചനം 44-ാം അധ്യായം ബേസ് ചെയ്തിട്ടാണ്. അതിങ്ങനെയാണ് പറയുന്നത്. യെശയ്യാപ്രവചനം 44-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. പ്രിയമുള്ളവരെ, ഈ വാക്യം ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ 2025 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. ദൈവം തൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ദാഹിച്ചിരിക്കുന്നിടത്ത് അവൻ വെള്ളവും വരണ്ട നിലത്ത് നീരുറവുകളും തുറക്കും. നമ്മുടെ അകത്ത് വാസ്തവമായി ഒരു ദാഹമുണ്ടോ എന്നൊരു ചോദ്യം. ആമോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, നിന്റെ വചനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, വിശപ്പ്. എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നു? പലപ്പോഴും കർത്താവിൻ്റെ പ്രവൃത്തികളിലേക്കാണ് നോക്കുന്നത്, അത് കർത്താവിനെയാണോ നോക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ദൈവവചനം എത്ര പേർ ആഗ്രഹിക്കുന്നു? അതിൻ്റെ വെളിപ്പാടുകൾ പ്രാപിപ്പാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഞാൻ ഈ ദിവസങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാനിടയായി തീർന്നു.
ഞാൻ അവിടെ പല ആൾക്കാരോടും ചോദിച്ചു, എത്ര പേർക്ക് കേരളത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ട്? കേരളം ഗോഡ്സ് ഓൺ കൺട്രി, സുന്ദരമായ ദേശം, പച്ചപ്പുള്ള നാട്, മനോഹരമായ ബീച്ചുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും അതോടൊപ്പം തന്നെ താഴ്വരകളും ഒക്കെയുള്ള മനോഹരമായ ഒരു ദേശമാണ് കേരളം. ആ കേരളത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കേരളത്തിൽ പോകാൻ താല്പര്യമുണ്ട്? ഛത്തീസ്ഗഡിലെ മിക്ക ആൾക്കാരും അവരുടെ ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കോ അവരുടെ ഡിസ്ട്രിക്ട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുവാൻ താല്പര്യമുള്ള ആൾക്കാരല്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, കേരളത്തിൽ ജോലി ചെയ്യുന്നതായ മറ്റ് നോർത്ത് ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷവും ഒഡീസക്കാരോ അതല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളുകാരോ ബീഹാറുകാരോ ആസാമുകാരൊക്കെയാണ്. ജാർഖണ്ഡുകാരും കുറച്ച് പേരുണ്ട്. എന്നാൽ ഛത്തീസ്ഗഡുകാർ വളരെ ചുരുക്കമാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. അവരവരുടെ സ്ഥലത്ത് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവരോടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളിൽ എത്ര പേർക്കാണ് കേരളം കാണാൻ താല്പര്യമുണ്ട്? അപ്പം ചില ആൾക്കാർ കൈപൊക്കി, മറ്റു ചിലർ കൈപൊക്കിയില്ല. ഞാൻ പറഞ്ഞു, നോക്കിയാട്ടെ, ഞാൻ കേരളത്തെക്കുറിച്ച് വിവരിക്കുന്നു, വിശദീകരിക്കുന്നു, പറയുന്നു. അതിൽ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ചില ആൾക്കാർക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, ഞാൻ പറയുന്നു, നിങ്ങൾക്കെല്ലാം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ ഈ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ആ സമയം തൊട്ട് ഗൂഗിളിലായിക്കൊള്ളട്ടെ മറ്റു മാധ്യമങ്ങളിലായിക്കൊള്ളട്ടെ കേരളം എങ്ങനെയുണ്ട്, അവിടെ പോയാൽ എന്താണ് കിട്ടുന്നത്, അവിടെ എന്താണ് ഭക്ഷിപ്പാൻ കിട്ടുന്നത്, എവിടേക്കാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വന്ന് ഭരിക്കും. അവിടെ എന്തൊക്കെ കിട്ടും, അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കും. ചുരുക്കി പറഞ്ഞാൽ പോകുന്ന സമയം വരെ നമ്മുടെ മനസ്സ് ആ യാത്രയ്ക്ക് വേണ്ടി ഒന്ന് ഒരുക്കപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല. കർത്താവ് വന്നത് നമ്മുടെ ദേശം ഇതല്ല, മറ്റൊരു സ്ഥലമുണ്ട്. ഈ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവരൊക്കെയും ഒരു പിതൃഭവനം അന്വേഷിക്കുന്നുവെന്ന് കാണുന്നു. വിട്ടുപോകുന്നതിനെ അന്വേഷിച്ചുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സ്വർഗീയമായിരുന്നു. ഭൗതികമായ കാര്യങ്ങളിലേക്കായിരുന്നില്ല യേശുവിൻ്റെ ഊന്നൽ. എന്നാൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ജനത്തെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, ഇതെല്ലാം ചെയ്തു. ഞാനിപ്പോഴും ഉദാഹരണം പറഞ്ഞ പോലെ മസാല ദോശ വാങ്ങിക്കുമ്പോൾ സാമ്പാറും ചട്നിയും ഫ്രീ ആണ് എന്നതുപോലെ അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യവും ഒക്കെ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെയുണ്ട്. ആ നാമത്തിൽ സൗഖ്യമുണ്ട്. ആ യേശു ക്രിസ്തുവിൽ വിടുതലുകളുണ്ട്. ദൈവിക അനുഗ്രഹങ്ങൾ തരും. ദൈവം നമ്മോട് സംസാരിക്കും. ഈ ഭൂമിയിലെ വിഷയങ്ങളെക്കുറിച്ച് കർത്താവിന് ചിന്തയുണ്ട്. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന കർത്താവ് ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ കരുതലുള്ളതാണ്. പക്ഷെ തൻ്റെ ലക്ഷ്യത്തെ മറക്കുവാൻ പറ്റത്തില്ലല്ലോ. താൻ വന്ന ലക്ഷ്യം എന്താണ്? നമ്മളെ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയ, നിത്യജീവനെ തരുവാൻ വേണ്ടിയ. അതിനായിട്ടാണ് വഴിയായി സത്യമായി ജീവനായി നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ യാത്രയെക്കുറിച്ചൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് സ്വർഗത്തിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അങ്ങോട്ടേക്കുള്ള ചിന്തകൾ, അതിനകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ദേശത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ദൈവവചനത്തിനകത്തുണ്ട്. അത് വായിപ്പാൻ, അറിയുവാൻ, അത് അന്വേഷിപ്പാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹം നിങ്ങൾക്കുണ്ടോ? മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അകത്ത് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ, സ്വർഗീയ കാര്യങ്ങളെ ആരായുവാൻ ഉള്ള മനസ്സ്, താല്പര്യമുണ്ടോ? ഒടുക്കത്തെ നാളിൽ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം തൊട്ടാണ്. ആ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നൊരു കാര്യം, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾക്ക് ദാഹമുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാരുടെ ദാഹത്തിൻ്റെ ലെവൽ വ്യത്യാസമുണ്ട്. ഭയങ്കര ദാഹത്തോടെ വരുന്നവർ അധികം വെള്ളം കുടിക്കും, അല്പം ദാഹത്തോടെ വരുന്നവർ അല്പം വെള്ളം കുടിക്കും. ദാഹം ഒട്ടുമില്ലെങ്കിൽ ഒട്ടും കുടിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ അകത്ത് ഒരു ദാഹം, ഒരു വിശപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ 2025 വരുമ്പോൾ ആത്മീയ ഗോളത്തിൽ ഈ വിശപ്പും ദാഹവും കുറഞ്ഞതായി കാണുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും ദൈവവചനമുണ്ട്. ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ, യൂട്യൂബിൽ കൂടെ, അതുപോലെ TV മാധ്യമങ്ങളിൽ കൂടെ, സഭകളിൽ നമുക്ക് കിട്ടുന്നു. അങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ വചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പലരുടെയും ടേസ്റ്റ് നഷ്ടമായി. പലതും വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ഒരു അനുഭവം, ഒരു ആർത്തിയില്ലാത്ത. അതുകൊണ്ട് തന്നെ എത്ര വചനം കേട്ടാലും അതിനകത്ത് 1-2 ലൈൻ കിട്ടിയാലായി. ചില ആൾക്കാർ ആ വചനത്തെ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, ഈ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ശരിയായ ഡൈജഷൻ നടക്കാത്തത് കൊണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഫുഡ് കഴിച്ചില്ല ഗ്യാസായിത്തീരും. ആ ഗ്യാസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലാത്ത അനുഭവം ഉണ്ടാകും. എന്തായാലും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തോടുള്ള ആർത്തി, താല്പര്യം എവിടെയാണ് നഷ്ടമായി തീർന്നത്? ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള താല്പര്യവും ആഗ്രഹവും എവിടെയാണ് നഷ്ടമായി തീർന്നത്? അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവിൻ്റെ വചനം ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു കർത്താവിൻ്റെ പ്രവൃത്തി പൂർണ്ണമായിട്ടില്ല. പ്രിയമുള്ളവരെ, കർത്താവ് യേശു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്ന് കാൽവരിയിൽ മരണം അനുഭവിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും തൻ്റെ പ്രവൃത്തി പൂർണ്ണമായിട്ടില്ല എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. കാരണം തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നാം എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ്. അത് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് ആരുടെ ദൗത്യമാണ്? അത് യേശുവിൻ്റെതാണ്. നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം യേശുവിനെ സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വചനം രേഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിക്കുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തണമോ ഭക്ഷണവും വെള്ളവും ആവശ്യമാണ്. അതുപോലെ നിത്യജീവന് വേണ്ടി വെള്ളവും അപ്പവും ആവശ്യമാണ്. ആ വെള്ളമാണ് പരിശുദ്ധാത്മാവ്, ആ അപ്പമാണ് യേശു കർത്താവ്. യേശുവിനെ ഭക്ഷിക്കണമെന്ന്, ഹല്ലേലൂയ, ദൈവാത്മാവ് നമ്മളിൽ കൂടെ ഒഴുകണമെന്ന്, ദാമാന ഹംശസി റിഗതൽക്കമന, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവിൽ പറയട്ടെ, നിങ്ങൾക്ക് യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് രണ്ടും നിങ്ങളുടെ കൂടെ വേണം. പ്രിയമുള്ളവരെ, ഈ 2025 കർത്താവിനെ ഭക്ഷിക്കുന്ന, അനുഭവിക്കുന്ന, അവൻ്റെ വചനം ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുന്നൊരു വർഷമായി തീരട്ടെ. ആത്മാവിൽ നടക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നൊരു വർഷമായി തീരട്ടെ. എല്ലാ ആത്മീക വരൾച്ചകളും മാറട്ടെ. എല്ലാ വരണ്ടു കിടക്കുന്ന അനുഭവങ്ങളും മാറട്ടെ. ദൈവസഭയ്ക്കകത്തൊരു വരൾച്ചയുണ്ട്. ആത്മീക മണ്ഡലത്തിനകത്ത് ഒരു 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 വരണ്ട അനുഭവത്തെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വരണ്ട അനുഭവം ഈ 2025 മാറാൻ പോകുന്നു. കാരണം ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഈ വാച്ച് നൈറ്റ് പ്രയറിൽ 12 മണിക്ക് ശേഷമാണ് ഞാൻ മെസ്സേജിന് വേണ്ടി സമയമെടുത്തത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പകലത്തെ മീറ്റിങ്ങിനാണ് ഞാൻ ഈ സംഭവം. ഞാൻ വാച്ച് നൈറ്റ് പ്രയറിനകത്ത് ഈ സന്ദേശം കൊടുത്തു. അതിനുശേഷം അടുത്ത 1-ാം തീയതിയിലെ മീറ്റിംഗ് വലിയ ക്രൗഡായിരുന്നു വന്നിരുന്നത്. കർത്താവിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ച, കർത്താവേ, ഈ 2025
ഞാനിങ്ങനെ പറയാനിടയായി, കർത്താവെ 2025 വേണ്ടിയുള്ള ദൈവികാലോചന നീ എനിക്ക് തരണം. 2025 കുറിച്ചുള്ള ദർശനം എനിക്ക് തരണം. അത് മാത്രം പോരാ, 2025 ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ ഒരഭിഷേകം കൂടെ എനിക്ക് വേണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവി, എന്താണ് 2025 കുറിച്ചുള്ള നിന്റെ ആലോചന? എനിക്ക് അന്നേരം പെട്ടെന്നൊരു വാക്യം എൻ്റെ അകത്തേക്ക് വന്നു. അത് യെശയ്യാ പ്രവചനം 11 അധ്യായം അതിൻ്റെ 10 വാക്യമാണ്. എനിക്ക് ആ വാക്യമായിട്ട് വലിയ ബന്ധമില്ലായിരുന്നു. അതിനകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉടനെ എടുത്ത് വായിച്ചു. ഞാനത് ഹിന്ദിയിലാണ് വായിച്ചത്. അത് വലിയൊരു ചലഞ്ചായി എനിക്ക് തോന്നി. മലയാളത്തിൽ വായിച്ചപ്പോൾ അത്ര എഫക്റ്റായി തോന്നിയില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിലെ വാക്യം എന്ന് വായിച്ച് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 11:10 അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായിയുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായിയുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഇത് 2025 കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് ദൈവം തന്ന ഒരാലോചനയാണ്. ഇശായിയുടെ വേരായവൻ ആരാണ്? യേശു കർത്താവാണ്. ആ യേശുവിൻ്റെ കൊടി ഉയരങ്ങളിൽ പറക്കാൻ പോകുന്നു. നമ്മുടെ ഭാരതത്തിൽ യേശുവിൻ്റെ കൊടി ഉയരങ്ങളിൽ പറക്കാൻ പോകുന്നു. അന്നാളിൽ ജാതികൾ ഈ യേശുവിനെ അന്വേഷിച്ച് വരുമെന്ന്, ഇശായിയുടെ വേരായവനെ, യേശുവിനെ അന്വേഷിച്ച് ജാതികൾ വരുമെന്ന്. എന്നിട്ട് പറയുന്നു, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്കകത്ത് ദൈവമഹത്വം ഇറങ്ങാൻ പോകുന്നു. അനേക ജാതികൾ കർത്താവിനെ കണ്ടുമുട്ടാൻ പോകുന്നു. യേശുവിൻ്റെ ജയക്കൊടി നമ്മുടെ ഭാരതത്തിൽ പറക്കാൻ പോകുന്നു. ഇത് 2025 കുറിച്ച് ദൈവം തന്ന സന്ദേശമാണ്. ഇത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഈ വെട്ടുവോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ദൈവാത്മാവ് 1-ാം തീയതി 2025 കുറിച്ച് തന്നൊരു സന്ദേശമാണ്. ഞാനിത് വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം എന്ന് വചനം പറയുന്നില്ലേ? എല്ലാവർക്കും എല്ലാം വിശ്വാസമായി തീരാറില്ല. എന്നാൽ കേൾക്കുന്ന വചനത്തിനകത്തൊരു വെളിപ്പാട് ഇറങ്ങിയിട്ട് അത് വിശ്വാസമായി പരിണമിച്ചാൽ നിശ്ചയമായും ഈ 2025 നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. ഞാൻ 2024 കുറിച്ച് ദൈവം സംസാരിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഏറ്റെടുത്തു. എനിക്കത് അനുഗ്രഹമായി. സന്തോഷത്തോടെയാണ് 2025 പ്രവേശിച്ചത്. 2025 ദൈവം അതേ കാര്യം പറഞ്ഞു, ഇതൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. അത് കൂടാതെ ഇതും കൂടെ പറഞ്ഞു, യേശുവിൻ്റെ കൊടി ഉയരുവാൻ പോകുന്നു. സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുന്നു. ജാതികൾ കർത്താവിനെ അന്വേഷിച്ചു വരാൻ പോകുന്നു. പ്രിയമുള്ളവരൊരു വലിയ കൊയ്ത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കപ്പെടുകയാണ്. അത് ചെയ്തെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഇനി നിങ്ങളത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങാൻ പോകുന്നുവെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹം ചുടമന ഷമന റിഗതൽക്കമന. ഒന്നും കൂടെ ഞാൻ ആ വായിച്ച വചനം നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൂടെ വെക്കട്ടെ. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദൈവാത്മാവ് ദൈവസഭയുടെ മേൽ, ദൈവജനത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ ഇറങ്ങുവാൻ പോകുന്നു. വലിയ അഭിഷേകത്തിൻ്റെ പകർച്ച നടക്കാൻ പോകുന്നു. വലിയ ദൈവപ്രവൃത്തികൾ നടക്കും. ദൈവജനത്തിനകത്ത് ദൈവവചനം കേൾക്കുവാൻ, വായിപ്പാൻ, അതനുസരിച്ച് നടപ്പാനുള്ള ഒരു വലിയ ദാഹവും വാഞ്ചയും ഉണ്ടാകും. വരണ്ട നില മാറും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നീരൊഴുക്കുകൾ ഒഴുകി തുടങ്ങുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്ന തലം വ്യക്തികൾ കൂടെ വെളിപ്പെടാൻ പോകുന്നു. ഒരു വലിയ കൊയ്ത്ത് വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട്, നിങ്ങളുടെ സാക്ഷ്യം കണ്ട്, നിങ്ങളുടെ ശുശ്രൂഷകൾ കണ്ട് അനേക ആൾക്കാർ അതേ കർത്താവിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ജയത്തിൻ്റെ കൊടി, യേശുവിൻ്റെ കൊടി ഉയർത്തുവാൻ പോകുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയ്ക്ക് മഹത്വം വരുന്നൊരു വർഷമാണ് 2025. അത് കേവലം ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ സഭയുടെ മേലല്ല, ഭാരതത്തിലുടനീളം ആഗോളപരമായി ദൈവസഭകൾക്ക് മഹത്വം വരട്ടെ. ദൈവജനം ദൈവത്തോട് അടുത്ത് വരട്ടെ. ദൈവവചനത്തിന് വില കൊടുക്കട്ടെ. ആത്മാവിൻ്റെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടക്കട്ടെ. ആത്മാവിൻ്റെ ഫലം വെളിപ്പെട്ടു വരട്ടെ. അങ്ങനെ അനേകർ നമ്മുടെ ജീവിതം കണ്ട് യേശുവിനെ കണ്ടുമുട്ടട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വേർട്ടുവോൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ
ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഈ വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കട്ടെ. ആത്മാവ് ജനത്തോട് സംസാരിക്കട്ടെ. അവരുടേതായ വരണ്ട അനുഭവം മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു നീരൊഴുക്ക് ഒഴി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആത്മാവിന്റെ ഒരു പകർച്ച സംഭവിക്കട്ടെ. അവരുടെ മേൽ ദൈവിക അനുഗ്രഹത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ആത്മീക മണ്ഡലത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. തലമുറയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ജോലി മേഖലകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആരോഗ്യത്തിന്മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. സാമ്പത്തികത്തിന്മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ബന്ധങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹം വ്യാപരിക്കട്ടെ. അവരുടെ സഭയ്ക്കകത്ത് ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. അതേ കർത്താവ് അവരുടെ ദേശത്ത് ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് യേശു നാമത്തിൽ ഈ കേൾക്കുന്നവരുടെ ഞാൻ റിലീസ് ചെയ്യുന്ന കർത്താവേ, ദൈവസഭകളുടെ മേൽ വചനം പറഞ്ഞതുപോലെ കർത്താവേ, ഈ വചനം കേൾക്കുന്നവരെ കേൾക്കാത്തവരോ ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു, നിന്റെ വചനം വൃഥാ ആകത്തില്ല കർത്താവേ. സകല സഭകളുടെ മേലും ദൈവ മഹത്വം വെളിപ്പെട്ട് വരട്ടെ. ദൈവവചനത്തെ അനുസരിക്കുന്ന, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിനുവേണ്ടി ദാഹവും വാഞ്ചയും വിശപ്പുമുള്ള ഒരു തലമുറ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാം കർത്താവ് രാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ.